ഹലോ എവരിവൺ, ഹലോ. ഞങ്ങളൊരു സന്തോഷ വാർത്തയുമായി വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും കീം എക്സാം പ്രഖ്യാപിച്ചപ്പോൾ തൊട്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു നിങ്ങൾ എല്ലാവരും തന്നെ നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നേ. ആദ്യം സിലബസ് ഇഷ്യൂ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നിങ്ങൾക്ക് പ്ലസ് ടു ക്ലാസ്സിനകത്ത് പഠിക്കാനില്ലാത്ത സിലബസ് ആണ് സിലബസിൽ ഉണ്ടായിരുന്നത്. ഞങ്ങളത് പറഞ്ഞു, സിലബസ് മാറ്റുകയും ചെയ്തു. ഏറ്റവും ഗംഭീരമായ സിലബസ് പിന്നീട് പ്രഖ്യാപിക്കുകയും ചെയ്തു. സെന്റേഴ്സിന്റെ ഇഷ്യൂ ആയിക്കോട്ടെ, അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം ഷെഡ്യൂൾ തന്നു. പിന്നെ അവസാനമായിട്ട് എക്സാമിനേഷന്റെ ആൻസർ കീ വന്ന സമയത്ത് മുഴുവനല്ല, ഒരുപാട് മിസ്റ്റേക്ക് ആണ് നമുക്ക് കാണാൻ വേണ്ടി. അത് മാത്രമല്ല, ചില ക്വസ്റ്റ്യൻ ആൻസറേ ഇല്ല, പിന്നെ ചില ക്വസ്റ്റ്യൻ ഡാറ്റ ഇൻസഫിഷ്യന്റ് ആണ്. അപ്പൊ കുട്ടികളൊക്കെ വളരെയധികം സമ്മർദ്ദത്തിലായിരുന്നു. അപ്പൊ അവസാനം പറയുമ്പോൾ ഏകദേശം 9 എക്സാമിനേഷനിൽ 10ഓളം ക്വസ്റ്റ്യൻസ്, ഒരു എക്സാമില് 10ഓളം ക്വസ്റ്റ്യൻസ് ഒരു ഷിഫ്റ്റിൽ മാത്രം 10ഓളം ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ കീയില് തെറ്റ് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല സാർ, ഇത് ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ സി കൊടുത്തിട്ടുണ്ട്. പക്ഷെ കൊടുത്തിരിക്കുന്നത് DD ഒക്കെ വെച്ചിട്ടാ. ഇന്നത്തെ തലമുറ ചിലപ്പോൾ കേട്ടിട്ട് പോലും ഉണ്ടാവണം നിർബന്ധമില്ല. ഓക്കെ, അപ്പൊ DD എന്താണ് പല കുട്ടികളും ചോദിച്ചു. അതോടൊപ്പം തന്നെ അത് തപാൽ വഴി അയക്കണം, മെയിൽ അയക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അങ്ങനെയൊക്കെ ആയിരുന്നു. ഒരു വിചിത്രമായ രീതികളായിരുന്നു. വളരെ ചുരുങ്ങിയ ദിവസം മാത്രമേ ഉണ്ടായിരുന്നു, വളരെ ചുരുങ്ങിയ ദിവസം. അല്ല, അതിലുണ്ട് 13-ാം തീയതി വരെ എന്നാണ് സൈറ്റിൽ പറഞ്ഞത്. എനിക്കൊന്നും ഇപ്പോഴും സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ പത്രത്തിലെ വാർത്ത കണ്ടിട്ടാണ് ഇന്നലെ വരെ, അതാ 15-ാം തീയതി വരെ ഉണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞത്. എല്ലാ ഷിഫ്റ്റിലെ എല്ലാ ക്വസ്റ്റ്യൻസും വ്യക്തമായിട്ട് ഞങ്ങൾ പഠിച്ചു, അതിന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്തു, കൃത്യമായ ആൻസർ കീ ഉണ്ടാക്കിയിട്ട് എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. തെറ്റായ മുഴുവൻ ക്വസ്റ്റ്യൻസും നീ ശരിയായിട്ടുള്ള ആൻസർ കീ പ്രഖ്യാപിക്കുമെന്ന് ഈ നിമിഷം ഞങ്ങളോട് പറയുന്നു. അതായത് അതില് പിന്നെ ആൻസർ കീ ഇല്ലാത്ത ക്വസ്റ്റ്യൻ അല്ലെ, അതായത് ആൻസർ ഇല്ലാത്ത ക്വസ്റ്റ്യൻ അല്ലെ, തെറ്റായ ആൻസർ, ഡാറ്റ ഇൻസഫിഷ്യന്റ് ക്വസ്റ്റ്യൻ, എല്ലാ ഷിഫ്റ്റിലെയും എല്ലാ ക്വസ്റ്റ്യൻസും ഞങ്ങൾ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ യാതൊരുവിധ ടെൻഷനും വേണ്ട എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. വ്യക്തമായിട്ട് തന്നെ അതിന്റെ പ്രൂഫ് അടക്കം ഞങ്ങൾ എഴുതി ചലഞ്ച് ചെയ്തിട്ട് ഞങ്ങള് നേരിട്ട് പോയി. ഞങ്ങൾ തപാലൊന്നും വഴിക്കാൻ 2 കൽപ്പിച്ച നേരിട്ട് പോയി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്രകാലം എന്ത് ഇഷ്യൂ ഉണ്ടായാലും നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടായിരുന്നു. ഇനി ഈ നിമിഷം പറയാനുള്ളത്, ഇപ്പോൾ ഞങ്ങളുണ്ട്, ഭാവിയിലും എന്ത് പ്രശ്നം ഉണ്ടായാലും ഭാവിയിലൊരു പ്രശ്നം ഇല്ലാതിരിക്കട്ടെ, ഉണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഉറപ്പിക്കുന്നു ഗൈസ്. ഓക്കെ, സോ മക്കളെ ഉഷാറായിട്ട് കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുക. നമുക്ക് കാണാം അല്ലെ, വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.